ഇന്നൊരു ആശാന്റെയും കുട്ടികളുടെയും കഥയാണ് പറയുന്നത്. രാഷ്ട്രീയം പറയുന്നില്ല. ഇപ്പൊ രാഷ്ട്രീയം പറയാൻ പേടിയാ. ചിലരുടെ പേര് പറയാൻ പാടില്ല, ഹെലികോപ്റ്റർ എന്ന് പറയാൻ പാടില്ല, നുണയെന്ന് പറയാൻ പാടില്ല, എല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അതുകൊണ്ട് ഒരു കഥ പറയാം. ഒരാശാനെ കുറിച്ച് കുട്ടികളുടെ കഥയാണ്. ഒരാശാനെ കുട്ടികൾ കുശാനെ 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 എന്ന് വിളിച്ചു. ഇത് കുട്ടികളല്ലേ? മോശം കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ആശാനൊക്കെ ഒരു കുശാനെന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചു. കുശാനെന്ന് വിളിച്ചപ്പോ ആശാൻ അവരോട് ക്ഷമിച്ചു. റീൽ ക്ഷമയാണ്, റീൽ ക്ഷമ. റീലിൽ വന്ന് ക്ഷമിച്ചു. പക്ഷെ കുട്ടികൾ പറഞ്ഞു, ഈ റീലിലെ ക്ഷമ കൈ വെച്ചാൽ മതി. അതെന്താ അവരങ്ങനെ പറഞ്ഞ്? ആശാനും കൂശാനെന്ന് വിളിച്ച് കുട്ടികളോട് ക്ഷമിച്ചു. അങ്ങനെ റീലിൽ വന്ന് അവരോട് മുഖാമുഖം നിന്ന് ക്ഷമ ചോദിച്ചിട്ടും ഈ ആശാനോട് കൂശാനെ തന്റെ ക്ഷമ വേണ്ടോ എന്ന് പറയുന്ന കുട്ടികൾ മോശം കുട്ടികളാണ്. പക്ഷെ അവരങ്ങനെ പറഞ്ഞെന്താണെന്നറിയാമോ? ആശാൻ അവരോട് വർഷങ്ങളായി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം. അവരെ കൊള്ളയടിക്കുന്നതറിയാം, വിദ്യാഭ്യാസ മേഖലയെ തകർത്തതറിയാം, കാവ്യവൽക്കരിച്ചതറിയാം, 100,000-ഓളം പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടിയതറിയാം. ആശാന്റെ മനസ്സിലിരിപ്പ് കുട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ആശാനെ ക്ഷമ തന്റെ കൈ വെച്ചാൽ മതി. പിന്നെ ആശാനെ അടുത്ത് അവരോട് ഭയങ്കരമായിട്ട് ക്ഷമിച്ചായിരുന്നു. ലാത്തി കൊണ്ട്, ഇലക്ട്രിക് ലാത്തി കൊണ്ട്, പെല്ലറ്റ് ഗൺ കൊണ്ട്, AK-47 കൊണ്ട്, കല്ലേറ് കൊണ്ട്, പെൺകുട്ടികളെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ട് ഒക്കെ ആശാൻ നിരവധി പ്രാവശ്യം ക്ഷമിച്ചു. ആ ക്ഷമ കണ്ട് ക്ഷമ കെട്ടിട്ടാണ് കുട്ടികൾ പറഞ്ഞത്, ആശാനെ കൂശാനെ തന്റെ ക്ഷമ തന്റെ കൈ വെച്ചാൽ മതി, ഇനി ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ മതി. മാപ്പ് പറയാൻ പറ്റിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം ആശാൻ പണ്ട് ഷൂന്നൊക്കെ ക്ഷമ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യക്കാരോട് ക്ഷമിക്കേണ്ട നാളുകളല്ല, മാപ്പ് പറയേണ്ട നാളുകളാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾ ചില്ലറ കുട്ടികളല്ല. എന്നാൽ ഈ കഥ കേട്ടിട്ട് ഇതിന് പിന്നാലെ വന്ന് ഇനിയും തെരുവിളിട്ടാവരുത്. തെരുവിളിക്കലാണല്ലോ ശീലം. വിളിക്കണവരെ വിളിക്കട്ടെ, പക്ഷെ കഥ ഇനിയും തുടരും.